ടീറക്സ് അഥവാ ടൈറനോസൗറസ് റെക്സ്, നിഷ്ഠൂരനായ ഉരഗജീവികളുടെ രാജാവ് എന്നാണ് ടീറക്സിൻ്റെ അർത്ഥം. ദിനോസറുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന രൂപം ഈ ടീറക്സിൻ്റേതാണ്. കാരണം ജുറാസിക് പാർക്ക് സിനിമകളിലൂടെ നമുക്ക് അത്രത്തോളം സുപരിചിതരാണ് ഇവർ. ഈ വിഭാഗത്തിൽപ്പെടുന്ന ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭൂമിയിലുണ്ടായിരുന്ന മറ്റ് സകല ജീവജാലങ്ങളുടെയും പേടി സ്വപ്നമായിരുന്നു ഇവർ. വലിപ്പം കൊണ്ടും രൂപം കൊണ്ടും അതിഭീകരന്മാർ. ആക്രമിക്കപ്പെടുന്ന ഇരയുടെ എല്ലുകൾ പോലും പൊടിച്ചു കളയുവാൻ തക്ക ശക്തിയായിരുന്നു ഇവയുടെ ഓരോ കടിക്കും. ഇന്ന് നമ്മൾ അടുത്തറിയാൻ പോകുന്നത് 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന ജീവജാലങ്ങളെയെല്ലാം അടക്കി ഭരിച്ചിരുന്ന ടീറക്സ് എന്ന ഈ രാക്ഷസ രാജാവിനെയാണ്. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ചരിത്രത്തിലെ 4ാമത്തെ വലിയ വംശനാശം സംഭവിച്ചു. ട്രയാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അതിഭീകരന്മാരടക്കം അന്നത്തെ 90% ജീവനും അന്ന് മൺമറഞ്ഞു പോയി. അതോടെ മെസോസോയിക് യുഗത്തിലെ ആദ്യത്തെ 5 കോടി വർഷ കാലഘട്ടമായിരുന്ന ട്രയാസിക് കാലം അവസാനിച്ചു. അത് പുതിയൊരു കാലഘട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. അന്നേ വരെ ഭൂമി കടന്നുപോയിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തമായൊരു കാലഘട്ടം. അടുത്ത 5.5 കോടി വർഷക്കാലത്തോളം നീണ്ടുനിന്ന ജുറാസിക് കാലഘട്ടം. ട്രയാസിക് മാസ് എക്സ്റ്റൻഷൻ എന്ന ആ വംശനാശത്തിന് കാരണമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ എല്ലാം ഫലമായി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരുപാട് കൂടി. അന്ന് ഇന്നത്തേതിനേക്കാൾ 4 ഇരട്ടിയോളം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം മുഴുവനും ഭൂമി ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു. ഈ ജുറാസിക് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമായ പാൻജിയ പിളരുന്നത്. പാൻജിയ പിളർന്ന് ഭൂമിയുടെ എല്ലാ വശങ്ങളിലേക്കും പോയി. ട്രയാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 90% ജീവനും ആ വംശനാശത്തിൽ നശിച്ചുപോയി. എങ്കിലും അന്നുണ്ടായിരുന്ന ദിനോസറുകൾ ഈ വംശനാശത്തെ അതിജീവിച്ചു. ഒരൊറ്റ ഭൂഖണ്ഡമായിരുന്ന പാൻജിയയിൽ അധിവസിച്ചിരുന്ന ദിനോസറുകളെല്ലാം പാൻജിയ പിളർന്നതോടെ ഭൂമിയുടെ എല്ലാ വശങ്ങളിലും എത്തപ്പെട്ടു. അതുപോലെ തന്നെ ഭൂമിയിലെ പല പ്രദേശങ്ങളിലെയും ആവാസ വ്യവസ്ഥകൾക്കനുസരിച്ച് കാലങ്ങൾ കഴിഞ്ഞു പോകുന്തോറും അവർക്ക് വലിയ രൂപമാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. നമ്മുടെ ഉള്ളം കൈയിൽ എടുത്തുപിടിക്കാൻ മാത്രം വലിപ്പമുള്ള കുഞ്ഞൻ ദിനോസറുകൾ മുതൽ 70,000 കിലോഗ്രാമോളം ഭാരമുള്ള അതിഭീമൻ ദിനോസറുകൾ വരെ. ഡിപ്ലോഡോങ്കസ് ലോങ്കസ്, ബ്രാക്കിയോസൗറസ്, സൗറോപോഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യബുക്കുകളായ ദിനോസറുകളാണിവ. ഇവയിൽ നിന്നുമെല്ലാം തികച്ചും വ്യത്യസ്തമായ സ്റ്റെഗോസൗറസ് എന്ന ദിനോസറുകൾ. അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന 60% ദിനോസറുകളും സസ്യബുക്കുകളായിരുന്നു. കരയിലേതുപോലെ തന്നെ സമുദ്രങ്ങൾക്കുള്ളിൽ സമുദ്രത്തെ അടക്കി ഭരിച്ച് ജീവിച്ചിരുന്നതും കരയിൽ നിന്നും പരിണാമം സംഭവിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി ജീവിച്ച വലിയ ഉരഗജീവികൾ തന്നെയായിരുന്നു. അവയിൽ ഏറ്റവും ഭീകരന്മാർ ഇത്തിയോസൗറസ് എന്നും ഗ്ലിസിയോസൗറസ് എന്നും അറിയപ്പെടുന്ന ഭീമൻ ഉരഗജീവികൾ. കരയിലും വെള്ളത്തിലും എന്ന പോലെ തന്നെ ആകാശത്തെയും അടക്കി ഭരിച്ചിരുന്നത് ടെറോസോറുകൾ എന്നറിയപ്പെടുന്ന ഉരഗജീവികൾ തന്നെയാണ്. ടെറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ടെറോസോറുകൾ ജുറാസിക് കാലഘട്ടം പകുതിയായപ്പോഴേക്കും അതിഭീകര ജീവികളായി മാറി. സങ്കാരി ടെറാസ്, ട്രോപ്പിയോനാദസ് എന്നിവയായിരുന്നു അവയിൽ ഏറ്റവും ഭീകരന്മാർ. അങ്ങനെ ആകാശത്തിലും കരയിലും വെള്ളത്തിലുമായി ഉരഗരാജാക്കന്മാർ ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഈ ദിനോസറുകളുടെ എല്ലാം രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന ടീറക്സുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഏകദേശം 14.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് മെസോസോയിക് യുഗത്തിലെ 2ാമത്തെ കാലഘട്ടമായിരുന്ന 5.5 കോടി വർഷത്തോളം നീണ്ടുനിന്ന ജുറാസിക് കാലം അവസാനിച്ചു. തുടർന്ന് അടുത്ത 8 കോടി വർഷക്കാലത്തോളം നീണ്ടുനിന്ന ക്രിറ്റീഷ്യസ് എന്ന വലിയ കാലഘട്ടം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പാൻജിയ പിളർന്നു രൂപം കൊണ്ട വലിയ ഭൂഖണ്ഡങ്ങളെല്ലാം ചെറിയ ചെറിയ ഭൂഖണ്ഡങ്ങളായി മാറി. ഈ ക്രിറ്റീഷ്യസ് കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഭൂമിയിൽ ആദ്യമായി പുഷ്പങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ക്രിറ്റീഷ്യസ് യുഗത്തിൽ 8.5 കോടി വർഷങ്ങൾക്കും 6.5 കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള സമയത്തിലാണ് ടൈറനോസോറസ് ഇനത്തിൽപ്പെട്ട 9 തരം ദിനോസറുകളിൽ ഏറ്റവും വലിപ്പം കൂടിയ ടൈറനോസോറസ് റെക്സ് എന്ന ടീറക്സ് ഉത്ഭവിക്കുന്നത്. നിഷ്ഠൂരനായ ഉരഗജീവികളുടെ രാജാവ് എന്നാണ് ടീറക്സിൻ്റെ അർത്ഥം. മാംസബുക്കുകളായ ജീവികളെ കാർണിവോറസുകൾ എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ കരയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ കാർണിവോറസ് ടീറക്സ് തന്നെയായിരുന്നു.
ടീറക്സ് തെറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന ദിനോസറുകളാണ്. 2 കാലുകൾ ഉപയോഗിച്ച് നടക്കുന്ന ദിനോസറുകളെയാണ് തെറോപോഡ്സ് എന്ന് വിളിക്കുന്നത്. ദിനോസർ യുഗത്തിലെ ഭീകരന്മാരായ ഈ ടീറക്സുകൾക്ക് മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന ഭീകരമായ തലയാണ് ഉണ്ടായിരുന്നത്. ഇവയുടെ തലയിലെ 3/4 ഭാഗവും വലിയ വായായിരുന്നു. വായ്ക്കുള്ളിൽ 60 കൂർത്ത് നീളമുള്ള പല്ലുകളും. ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നീളം കൂടിയ പല്ലുകളുള്ള കരയിൽ ജീവിച്ചിരുന്ന ജീവി എന്ന സ്ഥാനം ടീറക്സിനാണുള്ളത്. ഇത്രത്തോളം വലിപ്പമുള്ള തലയെ താങ്ങി നിർത്തുന്നതിനാവശ്യമായ കട്ടിയും ബലവുമെല്ലാം അവയുടെ താടിയിലുള്ള പേശികൾക്കും താടിയെല്ലുകൾക്കും ഉണ്ടായിരുന്നു. ഇവയുടെ പല്ലുകളുടെ നീളം എന്നത് 13 ഇഞ്ചോളം വരും. പല്ലുകൾക്ക് നീളം കൂടുതലുള്ളതുപോലെ തന്നെ ഒരുപാട് കട്ടിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കരയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും കൂടുതൽ ബൈറ്റ് ഫോഴ്സ് അഥവാ കടിശക്തിയുള്ള ജീവികളിൽ ഒന്നാണ് ടീറക്സ്. ഏകദേശം 6000 കിലോഗ്രാമോളം ഭാരത്തിന് തുല്യമായ പ്രഷറാണ് അവയുടെ ഓരോ കടിക്കുമുള്ളത്. ഒറ്റ കടി കൊണ്ട് തന്നെ 100 കിലോഗ്രാമോളം മാംസം പറിച്ചെടുക്കുവാൻ ടീറക്സിന് സാധിക്കും. ടീറക്സിൻ്റെ പല്ലുകൾക്ക് പുറത്ത് ചില അപകടകാരികളായ ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ടീറക്സ് ഒരു മൃഗത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയകൾ വ്യാപിക്കും. ആ മൃഗം ഉടനെ തന്നെ മരിക്കുകയും ചെയ്യും. നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും മണം പിടിക്കുന്നതിനുള്ള പ്രത്യേക കഴിവുമാണ് മറ്റു ദിനോസറുകളിൽ നിന്നും ഈ ടീറക്സുകളെ വ്യത്യസ്തരാക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും മണം പിടിക്കുന്നതിനുള്ള ഈ വലിയ കഴിവുപയോഗിച്ച് തൻ്റെ കടിയേറ്റ് ചത്തുകിടക്കുന്ന മൃഗത്തെ തേടിച്ചെന്ന് കണ്ടുപിടിച്ച് അവയെ ടീറക്സ് ഭക്ഷിക്കും. അതായത് ടീറക്സിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ പോലും അവസാനം ആ മൃഗം ടീറക്സിൻ്റെ തന്നെ ആഹാരമായി മാറും. 2 വിരലുകൾ വീതമുള്ള നീളം കുറഞ്ഞ ചെറിയ 2 കൈകളാണ് ടീറക്സുകൾക്കുള്ളത്. അതുപോലെ തന്നെ പക്ഷികളെപ്പോലെ 3 വിരലുകൾ മാത്രമുള്ള ബലിഷ്ഠമായ 2 കാലുകളും. ടൈറനോസൗറസ് റെക്സ് എന്ന ഈ ടീറക്സുകൾക്ക് ഏകദേശം 40 അടി നീളവും 15 അടി മുതൽ 20 അടി വരെ ഉയരവുമാണുള്ളത്. ഇവയുടെ ഇടുപ്പ് വരെയുള്ള ഉയരം 13 അടിയോളമുണ്ട്. തലയ്ക്ക് മാത്രം 5 അടിയോളം നീളവും. അതുപോലെ തന്നെ 5 ടൺ മുതൽ 25 ടൺ വരെ ഭാരമാണ് ഇവയ്ക്കുണ്ടായിരുന്നത് എന്നാണ് കണക്കാക്കുന്നത്. ഇത്രത്തോളം ഭാരമുള്ള ഈ വലിയ ശരീരത്തെ താങ്ങി നിർത്തുന്ന 2 കാലുകൾക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും. അതായത് ടീറക്സിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോവുക എന്നത് അസാധ്യമാണ്. ടീറക്സിൻ്റെ ആഹാര രീതിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. ടീറക്സ് തൻ്റെ ഇരകളെ വേട്ടയാടി ആക്രമിച്ച് വധിച്ച ശേഷം മാത്രം ഭക്ഷിക്കുന്ന മികച്ച വേട്ടക്കാരനാണെന്ന് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരും, എന്നാൽ അങ്ങനെയല്ല, ചത്തുകിടക്കുന്ന മൃഗങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന ഒരു ശവം തീനിയായിരുന്നു ടീറക്സ് എന്ന് മറ്റൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാരും വാദിക്കുന്നുണ്ട്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ടീറക്സ് 15 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ പൂർണ്ണ വളർച്ച പ്രാപിക്കും. ഏകദേശം 25 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ് ഇവയുടെ ശരാശരി ആയുസ്. നമുക്കറിയാവുന്ന മറ്റു പല ദിനോസറുകളെയും പോലെ ലോകത്തെല്ലാ പ്രദേശങ്ങളിലും ടീറക്സ് ഉണ്ടായിരുന്നില്ല. നോർത്ത് അമേരിക്കയിലും ഏഷ്യയിലെ മംഗോളിയ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിലും മാത്രമായിരുന്നു ടീറക്സ് ജീവിച്ചിരുന്നത്. ആ പ്രദേശങ്ങളിലെ ആർക്കും ആക്രമിച്ച് തോൽപ്പിക്കാൻ സാധിക്കാത്ത ഉരക രാജാക്കന്മാരായിരുന്നു ഇവർ. ജുറാസിക് പാർക്ക് സിനിമകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള രൂപമായിരുന്നില്ല യഥാർത്ഥ ടീറക്സുകളുടേത്. അവരുടെ ശരീരത്തിന് പുറമെ കട്ടി കൂടിയ തൊലി ആയിരുന്നില്ല. മനുഷ്യരെക്കാളും ഒരുപാട് വലിപ്പം കുറവായ ഡൈലോങ് പോലുള്ള ചെറിയ ദിനോസറുകളിൽ നിന്നുമാണ് ടീറക്സുകൾ പരിണമിച്ചത്. അതുകൊണ്ട് തന്നെ ടീറക്സുകളുടെ ശരീരത്തിലും ധാരാളം രോമങ്ങളും തൂവലുകളും ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഗവേഷകർ പറയുന്നത്. കൂട്ടമായി വേട്ടയാടി ഇരപിടിച്ചിരുന്ന ടീറക്സുകൾ മറ്റു വർഗത്തിൽപ്പെട്ട ദിനോസറുകളെ വേട്ടയാടുന്നതിനൊപ്പം തന്നെ സ്വന്തം വർഗത്തിൽപ്പെട്ട മറ്റ് ടീറക്സുകളെയും വേട്ടയാടി ആക്രമിച്ചിരുന്നു എന്ന് ചില ഗവേഷകർ പറയുന്നുണ്ട്. ടീറക്സുകളെക്കുറിച്ച് ഇത്ര കൃത്യമായി നമുക്ക് മനസ്സിലാകുവാനുള്ള കാരണം ലോകത്തിൽ ടീറക്സുകൾ ജീവിച്ചിരുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോസിലുകൾ വഴിയാണ്. 100-ൽ കൂടുതൽ ഫോസിലുകളാണ് ടീറക്സിൻ്റേത് മാത്രമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവയിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ, അതായത് 15 വയസ്സ് പ്രായമാകുന്നതിന് മുൻപേ ചത്തുപോയ ചെറിയ ടീറക്സുകളുടെ ഫോസിലുകളും പെടും. എന്നാൽ ഇത് ടീറക്സുകളെ പോലെ തന്നെ ഇരിക്കുന്ന ടീറക്സുകളെക്കാളും ഒരുപാട് വലിപ്പം കുറവായ മറ്റിനത്തിൽപ്പെട്ട ദിനോസറുകളുടെ ഫോസിലുകളാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മെക്സിക്കോയിലെ വനത്തിനുള്ളിൽ വലിയ ഉൽക്ക വന്ന് പതിച്ചതിൻ്റെ പരിണിതഫലമായി ടീറക്സുകൾ അടക്കം അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന സകല ദിനോസറുകൾക്കും വംശനാശം സംഭവിച്ചു. ഭൂമിയുടെ ചരിത്രത്തിലെ 5ാമത്തെ വലിയ വംശനാശമായ ക്രിറ്റീഷ്യസ് പാലിയോജീൻ എക്സ്റ്റിൻഷൻ എന്ന ആ വലിയ വംശനാശത്തിലൂടെ
മയോസീൻ എന്ന ആ വലിയ കാലഘട്ടം അവസാനിച്ചു. അന്ന് സംഭവിച്ച ആ വംശനാശത്തിലൂടെ മൺമറഞ്ഞു പോയ ടീറക്സുകളെയും മറ്റു ദിനോസറുകളെയും വീണ്ടും പുനർജനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഇന്ന് ശാസ്ത്രലോകം. ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സാധാരണ ഒരു കോഴിയെ ദിനോസറാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിഷ്ഠൂരനായ ഉരകജീവികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ടീറക്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.